ഇന്നത്തെ വീഡിയോയിൽ ഇറ്റാലിയൻ ഓപ്പണിംഗിലെ ഒരു ട്രാപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ട്രാപ്പിന്റെ പേരാണ് ലീഗൽ മേറ്റ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം വൈറ്റ് E4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്ത് ബ്ലാക്കിന്റെ പൗണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നു. വൈറ്റ് അടുത്തതായി ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ഇറ്റാലിയൻ ഓപ്പണിംഗ്. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് അടുത്തതായി മൂവ് ചെയ്യാൻ പല ഓപ്ഷനും ഉണ്ട്. ഒന്നെങ്കിൽ ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ ഏത് മൂവ് വേണമെങ്കിലും ബ്ലാക്കിന് ഇപ്പോൾ ചെയ്യാം. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റാലിയൻ ഓപ്പണിംഗിൽ ലീഗൽ മേറ്റ് എന്ന ട്രാപ്പിനെ കുറിച്ചാണ്. ബ്ലാക്ക് ഈ പൊസിഷനിൽ അടുത്തതായി D6 മൂവ് ചെയ്താൽ വൈറ്റ് അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക. ബ്ലാക്ക് അടുത്തതായി ബിഷപ്പിനെ G4ലേക്ക് മൂവ് ചെയ്ത് നൈറ്റിനെ പിൻ ചെയ്യും. ഇപ്പോൾ വൈറ്റിനിപ്പോൾ ഈ നൈറ്റിനെ എവിടേക്കും മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റിയാൽ ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലാക്കിന് വൈറ്റിന്റെ ക്യൂനിനെ വെട്ടിയെടുക്കാം. ഇതാണ് ബ്ലാക്ക് ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ വൈറ്റ് ഇവിടെ മാറി ചിന്തിക്കുകയാണ്. ബ്ലാക്ക് ബിഷപ്പിന്റെ ഈ ഒരു പിന്നുപയോഗപ്പെടുത്തി മറ്റൊരു ട്രാപ്പാണ് ഇവിടെ വൈറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിനായി വൈറ്റ് ആദ്യം H3 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും H5ലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ ചെയ്താൽ വൈറ്റിന് ഇവിടെ നിന്നും അതിന്റെ ട്രാപ്പ് ആരംഭിക്കാം. അതിനായി ആദ്യം പിന്നിങ്ങിലുള്ള നൈറ്റ് ഉപയോഗിച്ച് E5 പൗണിനെ വെട്ടിയെടുക്കുക. ഈ ഒരു പൊസിഷനിൽ നിന്നും ബ്ലാക്ക് വൈറ്റിന്റെ ക്യൂനിനെ വെട്ടിയെടുത്താൽ നമ്മുടെ ഈ ട്രാപ്പ് 100% വിജയിച്ചു എന്ന് പറയാം. കാരണം ഇനി അടുത്ത ഒരു 2 മൂവിൽ ബ്ലാക്കിനെ നമുക്ക് ചെക്ക്മേറ്റ് ചെയ്യാം. അതിനായി ആദ്യം വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് F7 പൗണിനെ വെട്ടി ചെക്ക് കൊടുക്കുക. ഇപ്പോൾ കിങ്ങിന് ഒരേ ഒരു കോളത്തിലേക്ക് മാത്രമേ നീങ്ങാൻ പറ്റുകയുള്ളൂ. ബ്ലാക്ക് കിങ്ങിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്ത് ചെക്ക് നൽകുന്നതോടെ കളി ചെക്ക്മേറ്റ് ആകുന്നു. ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള എല്ലാ കളങ്ങളും വൈറ്റിന്റെ കൺട്രോളിലാണ്. ഈ ഒരു ട്രാപ്പ് ബിഗിനേഴ്സിനെതിരെ വർക്കാകുമെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സിന്റെ ഒപ്പമാണ് കളിക്കുന്നത് എങ്കിൽ ഈ ട്രാപ്പ് വൈറ്റിന് തിരിച്ചു പണിയാകാനും സാധ്യതയുണ്ട്. ഈ ഒരു ട്രാപ്പിനെ കറക്റ്റായി ഡിഫെൻഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ബ്ലാക്ക് ഈ ട്രാപ്പിൽ പെട്ടുപോകുന്നത്. ഈ ട്രാപ്പ് എങ്ങനെ കറക്റ്റായി ഡിഫെൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ട്രാപ്പുമായി വീണ്ടും വരാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.